ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ IHT കോളേജിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മലപ്പുറവും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ തിരൂർ പഠനകേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജ് ഇന്ന് മലപ്പുറത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോബ് രജിസ്ട്രേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവർക്ക് തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ കോളേജിൽ എക്സ്ക്ലൂസീവ് ആയിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തൊഴിൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിൽ മേഖലയ്ക്ക് വിശദമായിക്കൊണ്ടുള്ള കോമ്പറ്റബിൾ ആയിക്കൊണ്ടുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ കോളേജ് കുറേ സോഫ്റ്റ് സ്കിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ എംപ്ലോയബിലിറ്റി സെൻറ്റർ ഇവർക്ക് ഈ രജിസ്ട്രേഷനിലൂടെ വ്യത്യസ്ത ജോബ് ഏരിയ പരിചയപ്പെടുത്തുകയും കൂടാതെ തന്നെ 7 ദിവസത്തെ വ്യത്യസ്ത ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയാണ്. എന്നിട്ട് സർട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഇവരെ പുതിയ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പം ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമുണ്ട്, നാട്ടിലൊരു ജോലി നാടിൻ നന്മക്കായി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമുക്കറിയാം, കോപ്പറേറ്റുകൾ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ളത് നമ്മുടെ നാട്ടിലാണ്. അപ്പം ഈ യൂത്തിനെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുപരിയായിക്കൊണ്ട് ഈ കോപ്പറേറ്റുകൾ നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സംരംഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്കൊരു കൈത്താങ്ങാവുകയാണ് നമ്മുടെ ഈ കോളേജ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത്. കുറേ വ്യത്യസ്ത രീതിയിലുള്ള തൊഴിൽ ദാതാക്കൾ നമ്മുടെ സെൻറ്ററുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള കുറേ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇന്ന് ഏകദേശം 100-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്. വ്യത്യസ്ത തൊഴിൽ മേഖലകളെ ലക്ഷ്യം വെച്ച് കോഴ്സ് പൂർത്തിയാക്കിയിറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ ട്രെയിനിംഗ് കോർഡിനേറ്റർ ജിജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരൂരിലെ മികച്ച സ്ഥാപനത്തിൽ നിന്നും സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ തൊഴിൽ അന്വേഷകരായ വിദ്യാർത്ഥികളെ തൊഴിൽ അവസരങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മികച്ച ചുവടുവെപ്പ് എന്ന രീതിയിൽ പോലീസ് ലൈനിലുള്ള IHT കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ, ഡെവലപ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ കോർഡിനേറ്റർ സിൽഷ VM, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ IT ഓഫീസർ കം രജിസ്ട്രേഷൻ അസിസ്റ്റന്റ് രേഖ NR എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മലപ്പുറവുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ജോബ് രജിസ്ട്രേഷൻ പ്രോഗ്രാമിലാണ് നാം എവരും ഒത്തുകൂടിയിട്ടുള്ളത്. ക്യാമ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എത്ര പേർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അത്രയും പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 7 ദിവസത്തെ ട്രെയിനിങ് സെഷൻ സംഘടിപ്പിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ ട്രെയിനിങ് നൽകാൻ ബന്ധപ്പെട്ട ഫാക്കൽറ്റീസ് ഇവിടെ വരും. നിങ്ങളെ അപ് ടു ഡേറ്റ് ആക്കി എല്ലാ കാര്യങ്ങളും മീൻസ് എന്താണോ നിങ്ങളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമുള്ളത് ആ രീതിയിൽ നിങ്ങളെ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കും. ഓക്കെ, തൊഴിൽ ചെയ്യാനുള്ള കഴിവിനെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനം മീൻസ് അതിന് നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എംപ്ലോയബിലിറ്റി സെന്റർ. നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെന്ററിനെ ഏത് രീതിയിലും ആക്സസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യത്തിലും നിങ്ങൾ വരാം. എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയബിലിറ്റി റെഫേഴ്സ് ടു പേഴ്സൺസ് എബിലിറ്റി ടു സെക്യൂർ ആൻഡ് മെയിൻറ്റെയിൻ എംപ്ലോയ്മെന്റ്. അതായത് ഒരാളുടെ ഒരു തൊഴിൽ നിലനിർത്താൻ. നിങ്ങൾക്കൊരു തൊഴിലുണ്ട്, പക്ഷേ തൊഴിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന് സസ്റ്റൈനബിൾ ആണോ? അത് നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ അറിയാം അല്ലേ? കമ്പ്യൂട്ടർ അറിയാം, പക്ഷെ ആ ജോലി സസ്റ്റൈനബിൾ ആവണമെങ്കിൽ എന്ത് വേണം? അതിൽ നിങ്ങളുടെ സ്കിൽഡ് ആവണം, വേണ്ടേ? അപ്പം എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെക്യൂർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള കഴിവാണ്. refers to person's ability ആണ്, ഒരു വ്യക്തിയുടെ കഴിവാണ്. ഓക്കെ, ആസ് വെൽ ആസ് പ്രോഗ്രസ് ഇൻ ദ ചൂസൺ കരിയർ. അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന കാരിയറിൽ പ്രോഗ്രസ്. ഒരു കാര്യത്തെ ഫേസ് ചെയ്യുന്നതിനെ കൂടുതൽ ഒളിച്ചുകൂടുക എന്ന ഒരു സിംറ്റംസ് ഉള്ള ആളുകളാണ് കൂടുതൽ ആളുകൾ. അതൊരു സോഷ്യൽ ഫിയറിന്റെ ഭാഗമായിരിക്കാം, സോഷ്യൽ ആങ്സൈറ്റി എന്നൊക്കെ പറയും.
പക്ഷേ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഫേസ് ചെയ്യുമ്പോഴാണ് ഇതൊന്നുമല്ല എന്ന് മനസ്സിലാകും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആണ് ഇതൊക്കെ. ഓക്കെ. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.